സ്വാഗതം, മോദിജിക്ക് സ്വാഗതം, തിരുവല്ലയ്ക്ക് സ്വാഗതം. ഭാരത് മാതാ കി. തിരുവല്ലയുടെ മണ്ണിലെത്തിയ നമ്മുടെ ലോകാരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ താമരപ്പൂ മാലയിട്ട് സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഘടകത്തിന്റെ ഉപഹാരം സമർപ്പിക്കുന്നതിനും വേണ്ടി നമ്മുടെ പ്രിയങ്കര കുമ്മനം രാജേട്ടനെയും എസ് സുരേഷ് ജിയെയും അനൂപ് ജിയെയും ക്ഷണിക്കുന്നു. ശ്രീ കുമ്മനം രാജശേഖരൻ ചേട്ടനെ നരേന്ദ്രമോദിയെ ഷാളിട്ട് സ്വീകരിക്കുന്നു. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തിരുവല്ല നിയോജക മണ്ഡലത്തിന്റെ എൻഡിയുടെ സ്ഥാനാർത്ഥിയുമായ ശ്രീ അനൂപ് ആന്റണി കഥകളിയുടെ കിരീടം നൽകി സ്വീകരിക്കുന്നു. ഒപ്പം തിരുവല്ലയുടെ വികസനത്തിനായി ഡബിൾ എഞ്ചിൻ MLA മാസ്റ്റർ പ്ലാൻ കൂടി അനൂപ് ആന്റണി പ്രധാനമന്ത്രിക്ക് കൈമാറുന്നു. ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റും ഹരിപ്പാട് നിയോജക മണ്ഡലം NDAയുടെ സ്ഥാനാർത്ഥിയുമായ സന്ദീപ് ജസ്പതി ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയുടെ വേൽ നൽകി ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നു. പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ VS സൂരജ് ആറന്മുള കണ്ണാടി നൽകി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു. കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ, ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ രവീന്ദ്രൻ എന്നിവർ ചേർന്ന് ഉയിർപ്പിന്റെ തിരുരൂപം നൽകി സ്വീകരിക്കുന്നു. മാവേലിക്കര സ്ഥാനാർത്ഥി ശ്രീ K അജിമോനും പന്തളം സ്ഥാനാർത്ഥി പന്തളം പ്രതാപൻ ശ്രീ അടൂരിന്റെ സ്ഥാനാർത്ഥിയും ചേർന്നിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. പ്രധാനമന്ത്രിക്ക് വിശേഷപ്പെട്ട ഡബിൾ എഞ്ചിൻ മാസ്റ്റർ പ്ലാൻ ശ്രീ അനൂപ്, തിരുവല്ലയുടെ മാസ്റ്റർ പ്ലാൻ ശ്രീ അനൂപ് ജി നമ്മുടെ പ്രധാനമന്ത്രിക്ക് നൽകി. നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനമായ ഈ നാടിന്റെ വിശേഷമായ പടണിയുടെ തപ്പ് ശ്രീ സുരേഷ് ജിയും അനൂപ് ജിയും ചേർന്ന് നൽകുകയാണ്. ശ്രീ കുമ്മനം രാജേട്ടനെ
അധ്യക്ഷ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സമാരാധ്യരായിട്ടുള്ള നേതാക്കൾ, ഈ സദസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങൾ, എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം. ഇനി തെരഞ്ഞെടുപ്പിന് അധികം നാളുകളില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായൊരു മുഹൂർത്തമാണ്. നമ്മുടെ നാടിൻ്റെ ഭരണത്തലവൻ നമ്മുടെ ഈ പ്രദേശത്ത് കാലുകുത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റതോടെ നാട്ടിൽ സമഗ്രമായ സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടാവുകയാണ്. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാണ്. നാളിതുവരെ നമ്മുടെ നാട് ഭരിച്ച LDFും UDFും കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു ശക്തിക്ക് വഴിമാറുകയാണ്. നാട് കടം കയറി മുടിയുമ്പോൾ ഒരു പ്രത്യാശയുടെ തുരുത്ത് ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കാണുകയാണ്. അത് NDA ആണ്. കേന്ദ്രത്തിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രധാനമന്ത്രി കരുത്തുറ്റ മികവുറ്റ ഭരണം നടത്തുമ്പോൾ ആ ഭരണത്തിൻ്റെ ഗുണഫലങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കണം. വാസ്തവത്തിൽ LDFും UDFും സർക്കാരുകളെല്ലാം എല്ലാ കാലത്തും കേരളത്തിൽ ചെയ്തത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കാതെ അഴിമതിയും ക്രമക്കേടും വെട്ടിപ്പും തട്ടിപ്പും നടത്തി സ്വന്തം സ്വാർത്ഥലാഭങ്ങൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. ആദർശ രാഷ്ട്രീയം നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് വീണ്ടെടുക്കണം. ആദർശ രാഷ്ട്രീയം, തത്വാധിഷ്ഠിത രാഷ്ട്രീയം, സർഗാത്മക രാഷ്ട്രീയം നമുക്കിത് ആവശ്യമാണ്. ഇവിടെ ഓരോ മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുകയും അവരെ കുത്തിയിളക്കി വർഗീയ വിദ്വേഷമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ SDPയും PDPയും അതുപോലുള്ള വർഗീയ വിധ്വംസക ശക്തികൾ നമ്മുടെ നാട്ടിൽ അരങ്ങ് തകർക്കുമ്പോൾ LDFും UDFും അവരോടൊപ്പമാണ്. LDFും UDFും NDAയാണ് വർഗീയത വളർത്തുന്നത് എന്ന് പ്രചരിപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് അവർ വോട്ട് പിടിക്കുന്നത് അത് വെച്ചാണ്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ അവർ വികസനോന്മുഖമായ പദ്ധതികളെക്കുറിച്ചല്ല ചർച്ച ചെയ്തത്. അടുത്ത കാലത്ത് BD സതീശൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു. സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു സംവാദത്തിന് തയ്യാറെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് സംഭവിച്ചു? സംവാദവും നടന്നില്ല, ഒന്നും നടന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ വിഷയങ്ങൾ ഒരു പ്രാധാന്യവുമില്ലാത്ത വിഷയങ്ങൾ എടുത്തിട്ട് വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഡീലിൻ്റെ വിഷയം സംസാരിക്കുകയാണ്. ഇന്ന് ഡീല് എന്ന് പറഞ്ഞ് BJP NDA കോൺഗ്രസുമായി ഡീലെന്നൊരു കൂട്ടർ